ശ്രീല പ്രഭുപാദിൻ്റെ ലീലാമൃതയിൽ വായിച്ച കാര്യമാണ്. വോളിയം 6. സത്സ്വരൂപ മഹാരാജ് പ്രഭുപാദ് ഇവിടുന്ന് തിരിച്ചു പോയതിനെക്കുറിച്ച് കുറച്ച് ലേഖനങ്ങൾ, പാരഗ്രാഫ്സ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാക്ഷാത്കാരങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം ഒരു പാരഗ്രാഫിൽ അദ്ദേഹം മരണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ജീവാത്മാവ് ഒരു ഭൗതിക ശരീരത്തിൽ വരുമ്പോൾ അതിനകത്ത് താമസിക്കും. മരണം എന്ന് പറയുന്നത് ആ ജീവാത്മാവിന് ആ ഭൗതിക ശരീരത്തിൽ നിൽക്കാനുള്ള ഒട്ടും സാഹചര്യമില്ലാതെ വരുമ്പോഴാണ് മരണം എന്ന് പറയുന്നത്. ഒട്ടും അതിനകത്ത് നിൽക്കാനേ പറ്റാത്തൊരവസ്ഥയിലാണ് ഒരു ജീവാത്മാവ് ശരീരം വെടിയുന്നത്. സത്സ്വരൂപ മഹാരാജ് പറയുന്നു, അത് ഏത് കാരണം വേണമെങ്കിലും ആകാം. അത് പതുക്കെ നാച്ചുറലായിട്ടാവാം, അല്ലെങ്കിൽ പെട്ടെന്നൊരു സിറ്റുവേഷനിൽ ശരീരം ഉപയോഗശൂന്യമാകുമ്പം ആത്മാവിന് അതിനെ വിട്ടു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ആത്മാവ് ശരീരത്തിന് വിട്ടു പോകുമ്പോഴത്തേന് ആ ശരീരത്തിനോടുള്ള മനസ്സോടെയാണ് പോകുന്നത്. അപ്പോൾ ആ ശരീരത്തിനോടുള്ള ആസക്തിയും ശരീരമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളോടുള്ള ആസക്തിയും അപ്പോൾ തീർച്ചയായിട്ടും ഇതിനുണ്ടാവും. അത് മാത്രമല്ല, മറ്റൊരു ഉത്കണ്ഠയും ഉണ്ടാവും. ആ ജീവാത്മാവിന് താൻ ഇനി എവിടെയാണ് പോകുന്നത് എന്നുള്ള ഇതും അറിയത്തില്ല. അപ്പോൾ രണ്ട് ഉത്കണ്ഠ ഉണ്ടാവും. ഒന്ന്, ഈ ശരീരം ഉപേക്ഷിക്കുന്നതിനും ഈ ശരീരത്തിനോട് ബന്ധപ്പെട്ട വ്യക്തികളെ ഉപേക്ഷിക്കുന്നതിനുമുള്ള ഉത്കണ്ഠ. രണ്ട്, അടുത്ത ശരീരം എവിടെയാണ് എടുക്കാൻ പോകുന്നതെന്നുള്ള അറിവില്ലായ്മ കൊണ്ടുള്ള ഉത്കണ്ഠ. ഇത് രണ്ടും ഉണ്ടാവും. അപ്പം നമ്മൾ എത്ര പവർഫുൾ ആണ് എന്ന് വിചാരിച്ചാലും ഈ രണ്ട് ഉത്കണ്ഠകൾ ഒരു മരണസമയത്തൊരു ജീവാത്മാവിനെ പിടികൂടും. അപ്പം ആ സമയത്ത് ഈ രണ്ട് ഉത്കണ്ഠകൾ കിടക്കുന്ന സമയത്ത് ഈശ്വരനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരാൾക്ക് വരത്തില്ല. കാരണം താൻ ഈ ശരീരം, ഇത്രയും പ്രിയപ്പെട്ട ശരീരം ഉപേക്ഷിച്ചു പോവുകയാണ്, ശരീരത്തിനോട് പ്രിയപ്പെട്ട ആൾക്കാരെ ഉപേക്ഷിച്ചു പോവാണ്. അത് ഒന്നാമത്തത്. രണ്ടാമത്തത്, ഇനി അടുത്ത് എവിടാ പോകുന്നതെന്നുള്ള, എവിടെ എത്തിച്ചേരും എന്നുള്ള, ഈ രണ്ടെണ്ണം കിടക്കുമ്പം ഒരു വ്യക്തിക്ക് ഈശ്വരനെ കുറിച്ച് ഓർക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ്. അപ്പം സത്സ്വരൂപ മഹാരാജ് പറയുന്നു, പ്രഭുപാദ് നമുക്ക് കാണിച്ചു തന്നു, ആ ഫൈനൽ ടെസ്റ്റ് എങ്ങനെയാണ് പാസ്സാവേണ്ടതെന്ന് കാണിച്ചു തന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ അവസാനത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം ഇതാണ് പഠിപ്പിച്ചു തന്നത്. ഇതാണ് ഫൈനൽ ലെസൺ പ്രഭുപാദ് പഠിപ്പിച്ചു തന്നതെന്നാണ് പറയുന്നത്. അതിൽ സത്സ്വരൂപ മഹാരാജ് 4 കാര്യങ്ങൾ, ഒരു മരണത്തെ ജയിച്ച വ്യക്തി 4 കാര്യങ്ങൾ ചെയ്തതായിട്ട് പറയുന്നത്. പ്രഭുപാദ് 4 കാര്യങ്ങൾ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ഒന്ന്, ഭഗവാനിൽ പൂർണ്ണമായിട്ട് മുഴുകിയിരിക്കുകയായിരുന്നു. ഭഗവാന്റെ കാര്യത്തിൽ പ്രഭുപാദ് പൂർണ്ണമായിട്ട് മുഴുകിയിരിക്കുകയായിരുന്നു. 2, ഭഗവാന്റെ തിരുനാമങ്ങൾ, തന്റെ ഭക്തന്മാർ ചുറ്റും കൂടിയിരുന്ന തിരുനാമങ്ങളായിരുന്നു പ്രഭുപാദിന്റെ ഡെഡ് ബെഡിൽ ജപിച്ചത്. 3, ഹിയറിംഗ്, ഭഗവാനെക്കുറിച്ച് കേൾക്കാനായിരുന്നു പ്രഭുപാദിന് കൂടുതൽ താല്പര്യം. അവസാന നാളുകളിൽ മാനേജ്മെന്റ് കാര്യങ്ങളും അതൊന്നും എന്നോട് പറയണ്ട അത് GBC ഞാൻ ഓൾറെഡി ഡെസിഗ്നേറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് പ്രഭുപാദ്. ഭഗവാനെക്കുറിച്ചും ഈ പ്രീച്ചിങ്ങിനെ കുറിച്ചും ഭാഗവത്തെക്കുറിച്ചും ഭഗവത്ഗീതയെക്കുറിച്ചും ഒക്കെ ആയിരുന്നു അവസാന കാലഘട്ടത്തിലുള്ള ഡിസ്കഷൻ. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇത്രയും പെയിൻഫുള്ളാണ്, ശാരീരികമായ വളരെ പെയിൻഫുള്ളായ അവസ്ഥയിൽ പോലും അതിനെ മറികടന്ന് നിൽക്കാനായിട്ട് പ്രഭുപാദിന് സാധിച്ചു എന്നുള്ളതാണ്. അതാണ് ആ സത്സ്വരൂപ മഹാരാജ് അവസാനം പറയുന്നത്. അവസാനത്തെ ദിവസം ആയുർവേദ ഡോക്ടർ വന്നിട്ട് ചോദിക്കുന്നു, എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് പ്രഭുപാദ് പറയുന്നു, കുച്ച് ഇച്ഛാ നഹി, എനിക്ക് മറ്റൊരാഗ്രഹവുമില്ല. പ്രഭുപാദ് പറഞ്ഞില്ല എനിക്ക് ശ്വാസം മുട്ടുന്നു, അല്ലെങ്കിൽ എനിക്ക് വേദന എടുക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് ദഹനം ശരിയാവുന്നില്ല എന്നുള്ള ഒരു ഇതും പറഞ്ഞില്ല. എനിക്ക് മറ്റൊരാഗ്രഹവുമില്ല എന്നാണ് പ്രഭുപാദ് ലാസ്റ്റ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സത്സ്വരൂപ മഹാരാജ് പറയാണ്, ഒരു മരണത്തെ ജയിച്ച വ്യക്തി ഈ 4 ഗുണങ്ങൾ കാണിച്ചിരിക്കും എന്നുള്ളത്. അപ്പോൾ അതിൽ 1, പൂർണ്ണമായിട്ട് മുഴുകിയിരിക്കുക. 2, ഭഗവാനെക്കുറിച്ച് കേൾക്കുക. 3, ഭഗവാന്റെ തിരുനാമങ്ങൾ. 4, ഭൗതികമായ എന്തൊക്കെ ഈ ലോകത്ത് നടന്നാലും അതിനോടൊക്കെ ഡിറ്റാച്ച്ഡായിട്ട് പൂർണ്ണമായിട്ട് തിരിച്ച് ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള തയ്യാറെടുക്കുക. അപ്പോൾ ഈ 4 കാര്യങ്ങൾ ഉള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അവസാന നിമിഷവും പൂർണ്ണമായിട്ട്
ഭഗവാനെ സ്മരിക്കാൻ പറ്റൂ. അപ്പം അത്രയും ഉന്നതമായ ഒരു തലത്തിലേക്ക് നമ്മൾ ഉയരണം എന്നാണ് ശീല പ്രഭുപാദ് നമ്മളെ കാണിച്ചു തന്നത്. അതാണ് പ്രഭുപാദിന്റെ ഫൈനൽ ലെസൺ എന്നാണ് സത്സ്വരൂപ മഹാരാജ് പറയുന്നത്. Prabhupada ki jai.